ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക മത്സരം 5-4 എന്ന ഗോൾ സ്കോറിൽ ബാഴ്സലോണ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു മിറാക്കിൾ കാണുന്ന ഗൈസ്. ഒരു സമയത്ത് ഞാൻ ബെൻഫിക്ക വിൻ ചെയ്യുമെന്ന് 100% കൺഫേം ചെയ്ത് നിൽക്കുന്ന സമയത്താണ്, അതും 4-2 എന്ന് ബാഴ്സലോണ ഒരു ഗോൾ തിരിച്ചടിച്ചു. അതിനുശേഷം അഗെയിൻ ബെൻഫിക്ക തിരിച്ചടിച്ചു. 4-2 എന്ന ആ ഒരു ഗോൾ സ്കോറിൽ വന്ന സമയത്ത് അത്ലറ്റിക്കോൻ്റെ മാച്ച് കാണാൻ വേണ്ടി പോയി. അവിടെയാണെങ്കിൽ ഇതിനേക്കാൾ ത്രില്ലിംഗ് ആയിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആണ് ഒരു 5 ഗോള്, അതായത് 5-4 എന്ന ഒരു ലെവലിലേക്ക് വന്നിട്ട് കാണുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആധിപത്യം ബെൻഫിക്കക്ക് തന്നെയാണെന്ന് പറയാനുള്ള എല്ലാ ഏരിയയിലും, അതും വിങ്ങിലെല്ലാം വരുന്ന കളി കണ്ട് നമ്മൾ ബെൻഫിക്ക ഇങ്ങനെയൊക്കെ കളിക്കുമെന്ന് ഞാൻ ഈ ഒരു മാച്ചിലാണ് ഫുള്ളായിട്ട് കാണുന്നത്. കാരണം ബാഴ്സലോണയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും അധപ്പതിച്ചിട്ടുള്ള ഒരു ബാഴ്സലോണയുടെ ഡിഫൻസിനാണ് ഈ സീസണിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് വിങ്ങിൽ അവർക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. വേറൊരു കാര്യം, ബാഴ്സലോണ 2 ഗോൾ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം അറ്റാക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷേ എന്നാലും അഗൈൻ ഇങ്ങോട്ട് ഗോൾ വരുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു ടാക്ടിക്സ് അവിടെ യൂസ് ചെയ്യണമായിരുന്നു. ഇത് ജോസ്കോണ്ടെ ആയാലും അറോഹയുടെ കയ്യിൽ നിന്ന് ഒരു ഓൺ ഗോൾ വന്നു. അതിനുശേഷം പിന്നെ മൊത്തത്തിൽ ഞാൻ കളി ഒഴിവാക്കിയതാണ്. ഇതിനൊരു കംബാക്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നല്ല പോലെ ഭാഗ്യം ഈ ഒരു മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബെൻഫിക്ക എന്തുകൊണ്ടാണ് ഡിമരിനെ ഇറക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിമരിയ ആ ഒരു സെക്കൻഡ് ഹാഫിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 4 എന്നല്ല ഒരു 5-6 ഗോള് നൈസായിട്ട് അടിക്കാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആയിരുന്നു. പ്രത്യേകിച്ചിട്ട് എങ്ങനെയാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മിറാക്കിൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയം ഒരുപാട് ഓൺ ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫിനിഷിങ് പോരായ്മ നല്ല പോലെ ഒരു മാച്ചിൽ കാണാൻ വേണ്ടി സാധിച്ചു. ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വരെയൊക്കെ പോകാൻ സാധിക്കാൻ. ഡിഫൻസ് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഡിഫൻസ് മിഡ്ഫീൽഡിലായാലും അറ്റാക്കിലായാലും നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഡിഫൻസിൽ ഇത്രയും അധപ്പതിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാഴ്സലോണ. അപ്പോൾ ഗൈസ്, ഈ ഒരു മാച്ച് ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.